അച്ഛാ മോനെ, അച്ഛാ മോനെപ്പോ വന്നു? ഞാൻ ചേച്ചിയോട് എനിക്ക് പകരം വേഷം കെട്ടിയിരിക്കാനാ പറഞ്ഞത്. ഞാൻ തിരിച്ചു വന്ന ആ വേഷം അഴിച്ചു തരേണ്ടത് ചേച്ചിയുടെ ബാധ്യതയാണ്. നടന്നത് എന്റെ വിവാഹമാണ്. എന്റെ കഴുത്തിൽ കിടക്കുന്നത് ഒരു പുരുഷൻ കെട്ടിയ താലിയാ. കതിർ മണ്ഡപത്തിലേക്ക് പോകുന്നത് വരെ നീ പറഞ്ഞ വേഷം കെട്ടുകാരിയായിരുന്നു ഞാൻ. പക്ഷെ കഴുത്തിൽ ഒരു താലി വീണതോടെ ഞാൻ അയാളുടെ ഭാര്യയാ. കൂടുതൽ സംസാരിക്കണ്ട. കിട്ടിയ ചാൻസിന് കണിമംഗലത്തെ മരുമകളാകാന്നാണോ കരുതിയിരിക്കുന്നത്? ഇതെല്ലാം ഊരി തരാനല്ലേ പറഞ്ഞ? കതിർ മണ്ഡപത്തിലേക്ക് കേറില്ലെന്ന് ഇവിടെ കാല് പിടിച്ച് കരഞ്ഞതാ. എന്നിട്ടും കേറി. സ്വന്തം അച്ഛൻ വീണ് മരിക്കരുതെന്ന തീരുമാനം ഉള്ളതുകൊണ്ട്. അച്ഛനെ സംരക്ഷിക്കുന്നവളാ മകളെന്ന് പറയുന്നത്. സ്വന്തം കുടുംബത്തിന്റെ മാനം സംരക്ഷിക്കുന്നവളെയാ മകളെന്ന് പറയുന്നത്. ആ നിലയ്ക്ക് എന്റെ മകൾ ഇവളാ. യശോദേ, വെറുതെ അനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണ്ട. പ്രിയങ്കയ്ക്ക് പകരം ഈ അനാഥപ്പെടിനെ കാണിച്ചു കൊടുത്ത അവര് സ്വീകരിക്കും തോന്നുന്നുണ്ടോ? അനുജത്തെ കെട്ടം വന്നവനെ പ്രേമിച്ചു തുടങ്ങിയോ നീ? എന്റെ മരണം കണ്ടു നിൽക്കാൻ നിന്റെ അച്ഛനാവൂന്ന് നീ കരുതുന്നുണ്ടോ? അച്ഛാ, ഇവൾ എന്റെ ഭാര്യാ പദവിയിൽ ജീവിക്കുമ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു ഇവളല്ല എന്റെ യഥാർത്ഥ ഭാര്യ എന്നുള്ളത്. ഞാൻ ഒരിക്കലും പ്രിയങ്കയെ സ്നേഹിച്ചിട്ടില്ല. എനിക്കതിന് പറ്റുകയില്ല. അച്ഛാ, ഞാൻ സ്നേഹിക്കുന്നത് രാധികയാണ്. അവളാ എന്റെ പ്രാണൻ. അച്ഛൻ ദയവ് കാണിക്കണം. പരസ്പരം സ്നേഹിക്കുന്ന ഞങ്ങളെ ഇനി അകറ്റി നിർത്തരുത്. നീതിമാനായ ദേവനാരായണൻ തിരുമേനിയുടെ മുമ്പിലാണ് എന്റെ അപേക്ഷ ഞാൻ സമർപ്പിക്കുന്നത്. അച്ഛാ,
എനിക്കെന്റെ രാധിയെ വേണം. എനിക്കെന്റെ ഭാര്യയെ വേണം. ഞാൻ ഈ വീട്ടിൽ ആരാ യശോദേ? വീട്ടിൽ വളർത്തുന്ന പൂച്ചയോടും പട്ടിയോടും പോലും വീട്ടുകാരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയല്ലോ. അത്രയ്ക്കുള്ള വില പോലും നിങ്ങൾ ആരും തന്നില്ല എനിക്ക്. നിങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. കൺമുമ്പിൽ ഇത്രയൊക്കെ നടന്നിട്ടും ഒന്നും അറിയാത്തൊരു മരക്കഴുതിയെ പോലെ ദേവനാരായണൻ നിങ്ങളുടെ മുന്നിൽ നടന്നു. അല്ല, നിങ്ങൾ നടത്തി. നന്നായിട്ടുണ്ടമ്മേ, ഗംഭീരമായി, ഗംഭീരം. എടാ, സത്യം പറഞ്ഞ നിനക്ക് എന്തെങ്കിലും ചാകട്ടെ.